ഇപ്പൊ ടൈമോട് അപ്പൂപ്പനും അവന്റെ കല്യാണത്തെ കുറിച്ച് വിഷമിച്ച് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് യങ്സയുടെ ആന്റി അവിടേക്കൊന്ന് വീണ്ടും ഇങ്ങനെ പരിചയപ്പെടുന്നത്. കാരണം ഇവരുടെ മകളെ അവനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ തീരുമാനം. അതേസമയം ഇവിടെ രാവിലെ തന്നെ സേഹുനാണ് യങ്സയും വിളിച്ചോണ്ട് ഹൈക്കിങ്ങിന് വന്നേക്കും. അതോടെ അവളാണ് പേടിച്ചിട്ട് ചുമ്മാ നടക്കാൻ പോവെന്ന് പറഞ്ഞില്ലേ എന്നെ വിളിച്ചോണ്ടെന്ന്, ഇതെന്ത് വലിയ മലയാണല്ലേ എന്ന് അവൾ ചോദിക്കുമ്പം അവനാണ് കുറച്ച് വർക്കൗട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് മല കയറാൻ വേണ്ടി വന്നയാ. പക്ഷെ അവളാണ് നല്ലോണം പേടിച്ച് ഹീൽസ് ഇട്ടോണ്ട് നടക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പം അവനെല്ലാം തയ്യാറായിട്ട് വന്നുകൊണ്ട് ഇവൾക്ക് വേണ്ടി ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത് അവസാനം അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേപോലെ തന്നെ ഹാരിയുടെ അവധി ദിവസത്തിലും ടൈമോനെ അവളെ പുറത്തേക്ക് വിളിച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് അവളും കുറച്ച് ശരിയായി ഇവൻ എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞൊക്കെ പതി അവനെ കാണാൻ വേണ്ടി പോകുമ്പം അതേസമയം അവനാണ് ഇന്നൊരു ദിവസം ഇവന്റെ കൂടെ ഫുള്ളും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറയും. കാരണം ഇവളെ കൊണ്ട് വില കൂടിയ ഫുഡ് വാങ്ങിച്ചു തരാൻ പറ്റാത്തോണ്ട് ആ കിസ്സിന് വരം ഇവളുടെ ഇന്നത്തെ ദിവസത്തെ സമയം ഫുള്ളും അവൻ എടുക്കുവാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനെ സന്തോഷത്തി ഇവളുടെ കൂടെ ഓരോ സ്ഥലം ചുറ്റിക്കറങ്ങി ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ യങ്സയാണ് അവന്റെ കൂടെ കുറെ ദൂരം നടന്നിട്ട് ഇവൾക്ക് ഇനി വയ്യെന്ന് പറയുമ്പം അവനും കുറച്ചു ദൂരമായതേ ഉള്ളു, ഇവന്റെ കൂടെ എപ്പോഴും ഇതേപോലെ വരുവാണെങ്കിൽ ഇവൾക്ക് ശീലമായിക്കോളെന്ന് പറയും. അപ്പോഴാണ് അവളും കുറച്ച് ഡൗട്ടോടെ ഇതിനുമ്പൊക്കെ ഇവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണോ അല്ലോ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടാണോ വന്നേന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലായിരുന്നു, ഇവന്റെ ബോസ് കങ്ടേമിന്റെ കൂടെ വന്നേന്ന് പറയും. അപ്പോഴാണ് അവളത് മനസ്സിലാക്കി എങ്കിൽ പിന്നെ ഇവന്റെ ബോസ് ആ ടൈം കുറെ ഇവനെ ശല്യം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവൻ കാരണം ഹാരി ഇപ്പോൾ ഭയങ്കര ക്ഷീണിച്ചായിരിക്കുമെന്ന് പറയും. അങ്ങനെ എന്തിനു വേണ്ടി തിരിച്ച് പരിഹാരം ചെയ്യാൻ അവളെ കുറെ കഷ്ടപ്പെടുത്താന്ന് പറയുമ്പം ഇത് കേട്ട് ഇവനാണ് ടൈമോനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം അങ്ങനത്തെ വ്യക്തിയൊന്നുമില്ല, അതുകൊണ്ട് ഒരാളുടെ പോലെ ഇങ്ങനെ സംസാരിക്കാൻ തെറ്റാ യങ്സ് എന്നിട്ട് അവൻ അഡ്വൈസ് ചെയ്യുമ്പം ഇവളാണ് ദേഷ്യത്തി ഞാൻ പറഞ്ഞ സത്യമല്ലേ ഇതിലെന്തോ തെറ്റ്, അവ ഹാരിയോട് കുറെ ദേഷ്യത്തിലെ ബിഹേവ് ചെയ്യുന്നത്, അവളുടെ ഫേസ് ആണെന്ന് എനിക്ക് അതൊക്കെ മനസ്സിലാവും. ഇനിയൊരു പക്ഷെ നീ പറയുന്നത് നല്ല വൈനായിരുന്നെങ്കിൽ അവൻ ഗുംഹി ഹാരിയാന്ന് അറിഞ്ഞപ്പോ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അവളോട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിച്ചാൽ പോരായിരുന്നു. അങ്ങനെ അതൊന്നല്ലാതെ അവളെ കുറെ കമ്പനി വെച്ച് ഫോഴ്സ് ചെയ്ത് വീണ്ടും വീണ്ടും ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ് അവന്റെ പവറൊക്കെ കാണിച്ച് ഷോ കാണിച്ചില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനും ഇവന്റെ ബോസിനെ അങ്ങനെ ചതിച്ച പിന്നെ ഏതൊരു മനുഷ്യനായാലും ദേഷ്യം വരുത്തില്ലെന്ന് പറഞ്ഞ് ആ ദേഷ്യം അങ്ങനെ തീർത്തിയാന്ന് പറയും. അങ്ങനെ അതൊരു തെറ്റായിട്ട് ഇവന് തോന്നില്ലെന്ന് പറഞ്ഞ് എന്തായാലും ഈ തെറ്റിന്റെ പ്രധാന കാരണം ഇവളാന്ന് പറയും. കാരണം ഇവളല്ലേ ആദ്യമേ ഷിൻഹാരിയെ ഇവൾക്ക് വരും ഡേറ്റിന് പറഞ്ഞേച്ചെന്ന് പറഞ്ഞ് എല്ലാം ഇവളാറിനുണ്ടായ പ്രശ്നമെന്ന് പറയുമ്പം ഇത് കേട്ട് അവള് ഭയങ്കര ദേഷ്യത്തി എനിക്ക് സഹിക്കാൻ വയ്യ, എടാ നീ എന്റെ ബോയ് ഫ്രണ്ട് തന്നെയല്ലേ, അങ്ങനെയാണ് ഞാനൊരു ഡേറ്റിന് പോകാത്തതിന് നീ സന്തോഷപ്പെടണം, അല്ലാതെ ഞാൻ ഡേറ്റിന് പോകാതെ അവളെ പറഞ്ഞേച്ചിന് നീ എന്നെ കുറ്റം പറയുന്നു എന്നിന് അവള് ചൂടാകുമ്പോ തന്നെ ഇവനും പേടിച്ചിട്ട് അല്ല ഞാൻ ലോജിക്കലായിട്ട് പറഞ്ഞതേ ഉള്ളു, അല്ല നിന്നെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞില്ല എന്നിന് അവൻ സമ്മാനപ്പെടുത്താൻ നോക്കുമ്പം ഇവളാണ് അത് കേൾക്കാതെ ഒരു ബോയ് ഫ്രണ്ട് എന്തിനാ, ഗേൾ ഫ്രണ്ട് എന്ത് പറഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്യാനല്ലേ, അല്ലാതെ അവളെ ഇങ്ങനെ എതിർത്ത് തിരിച്ച് വഴക്കുണ്ടാക്കാനാണ് നീ ഇവിടെ ഉള്ളത്. ഇന്നലെ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിയ അത് കഴിച്ചു നോക്കിയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് നല്ല രീതിക്ക് ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്നിന് ഇവള് ദേഷ്യത്തിലാന്നുണ്ട് അവനാണ് സോറി എന്ന് പറഞ്ഞ് ആ മനപ്പൂർവ്വം ഇവളെ അങ്ങനെ ദേഷ്യപ്പെടുത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇനി നമുക്ക് നടക്കാന്ന് അവളെ വിളിക്കുമ്പം ഇത് കേട്ട് അവള് മേടിച്ചിട്ട് ഇനിയും നടക്കാനോ എന്റെ പൊന്നളിയാ എനിക്കൊന്നും വയ്യ, നീ തന്നെ ഈ മലയും പിടിച്ചങ്ങ് നടക്ക്, കങ്ടേമോ നിന്റെ ബോസോ ആരെ വേണമെങ്കിലും കൂടെ വിളിച്ചോ ഞാനില്ല എന്നിട്ട് അവള് കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവിടെ ടൈം ആര്യയുടെ കൂടെ സന്തോഷത്തിൽ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവളാണ് കുടിക്കാൻ വല്ല വാങ്ങിച്ചോണ്ട് വരാന്ന് പറയും. അപ്പോഴാണ് അവനും പൈസ ഒന്നും ഇവള് കൊടുക്കണ്ട, ഇവന്റെ കൂടെ സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറയും. പക്ഷെ അവളാണ് അത് ശരിയാത്തില്ലെന്ന് പറഞ്ഞ് എന്തായാലും ഇവള് തന്നെ ചെലവേയാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ടതോടെ അവനും എങ്കിൽ പിന്നെ അവന് വേറെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് വാങ്ങിച്ച് കഴിക്കുമ്പം ഇവളാണ് കുറച്ച് ഷോക്കായി ഇത് മാത്രം മതിയോന്ന് പറഞ്ഞ് സത്യത്തിൽ വേറെ ഒന്നും വേണ്ടെന്ന് ചോദിക്കും. ഒരേശം ഇങ്ങനത്തെ പാർക്കിലൊന്നും വരാത്തോണ്ട് ഇവൻ വേറെ എല്ലാവരോടും ചോദിച്ച് ഈ ഫുഡ് ഓർഡർ ചെയ്താണെന്ന് ചോദിക്കുമ്പോൾ അവനാണ് കൊച്ചിയിൽ അവന്റെ പാരന്റ്സിന്റെ കൂടെ അവനോട് വന്നിട്ടുണ്ടെന്ന് അറിയും. അങ്ങനെ ആ സമയത്ത് അവരുടെ കൂടെ ഈ ഫുഡ് കഴിച്ച് ഓർമ്മ പറഞ്ഞു അവൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാറുള്ളെന്ന് അറിയും. അപ്പോഴാണ് അവളും പറഞ്ഞ പോലെ ഈ ഫുഡിനെ കൊണ്ട് നമ്മുടെ മെമ്മറീസ് ഒക്കെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ രണ്ടുപേരും ആ ബീച്ചിൽ ചെന്ന് ബർഗറൊക്കെ കഴിച്ചില്ലേ എന്നിട്ട് അവളിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അവനാണ് കുറച്ച് സന്തോഷത്തി ഇവന്റെ പാരന്റ്സിനെ കുറിച്ച് ആരോടെങ്കിലും പറയുവാണ് അവരൊക്കെ ഇവനോട് സഹതാപം കാണിച്ച് പിന്നെ അവൻ അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ തോന്നത്തില്ലെന്നറിയും. പക്ഷെ അവന്റെ പാരന്റ്സിനെ കുറിച്ച് വേറെ ആരോടെങ്കിലും സംസാരിക്കാൻ അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു അറിഞ്ഞ് ഇവൾ ആ സ്പേസ് കൊടുത്തിന് താങ്ക്സ് പറയുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വരും. അതേസമയം ഇവിടെ യങ്സയാണ് വഴി അറിയാതെ അവനോടുള്ള ദേഷ്യത്തി അവന് ടൈമിന് അത്ര ഇഷ്ടമാണ് എങ്കിൽ പിന്നെ അവനെ തന്നെ കല്യാണം കഴിക്കുന്ന പറഞ്ഞ് ഇവള് സംസാരിച്ചു നടക്കുമ്പോൾ തന്നെ ഇവൾക്കാണ് വഴി മറന്നു പോകും. അപ്പോഴാണ് അതേസമയം സേഹുൻ ഇവളെ ഫോളോ ചെയ്ത് വന്നിട്ട് ഇവളിത് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു നിർത്തും. അപ്പോഴാണ് അവളും വഴി മാറിപ്പോയെന്നറിഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ തന്നെ അവനാണ് ഇവള് ചുമ്മാ ഇഷ്ടമുള്ള സ്ഥലത്ത് നടന്നവന് വഴിമാറി പോവാതെ എങ്ങനെ പോകുന്നറിഞ്ഞ് അവന് തിരിച്ച് പറയുമ്പോൾ തന്നെ ഇവളാണ് ദേഷ്യത്തി ഇപ്പൊ വഴിമാറിപ്പോയതിന് നീ എന്നെ കുറ്റം പറയുന്ന കൊള്ളാം, എന്നെ ദേഷ്യപ്പെടുത്താൻ നല്ലോണം പഠിച്ചിട്ടുണ്ടല്ലേ, നിനക്ക് നല്ല ടാലന്റാ മോനെ, ഇനി ഇങ്ങനെ ദേഷ്യപ്പെടുത്ത എന്റെ പുറകെ വരണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ അറിയാം എന്നിട്ട് അവൾ പറഞ്ഞ് നടക്കുമ്പോൾ തന്നെ കാലുളിക്ക് അങ്ങ് വീഴും. അങ്ങനെ അതിനെ ശവനായിരിക്കും ഇവളെ പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറച്ചുപേരെ അവള് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവളുടെ കാലിപ്പ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണ് തിരിച്ചൊന്നും പറയത്തില്ല. അതുകൊണ്ട് തന്നെ അവനും ഇപ്പോഴും ഇവനോട് ദേഷ്യത്തിലാണെന്ന് പറഞ്ഞിട്ട് അവൻ ഇനി ഇതേപോലെ ഒന്നും സംസാരിച്ച് ഇവളെ അപ്സെറ്റ് ആക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഈ ഒറ്റ തവണ മാത്രം ഇവനെ ക്ഷമിക്കാൻ പറയുമ്പം
അവളാണ് സന്തോഷത്തി ആ ദേഷ്യമൊക്കെ എപ്പോഴേ പോയി. ഇവൾ എത്ര പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ ഇവള് പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ തന്നെ ഇവനോട് ലവ് വർദ്ധിച്ചെന്നറിഞ്ഞ് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഒന്ന് കിസ് ചെയ്യും. അതോടെ അവനാണ് കാണിച്ചിട്ട് എങ്കിൽ പിന്നെ ആദ്യം നമുക്ക് ആശുപത്രി പോകാന്നറിഞ്ഞ് അവള് വീണ്ടും പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ഹാരിക്ക് ഫോൺ കോൾ എന്നത് അവളുടെ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളുടെ അമ്മയെ കാണാൻ വേണ്ടി ഓടിയിരുമ്പോൾ അവളുടെ അമ്മയാണ് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവളുടെ അച്ഛന് അപ്പൻഡിക്സ് എന്ന് കുറച്ച് സീരിയസ് ആയിട്ട് കിടക്കുന്നതെന്ന് പറയും. അങ്ങനെ ഇത് കണ്ട് ഇവളാണ് വിഷമിച്ചിട്ട് എങ്കിൽ പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവർക്കിപ്പോ ഫ്രീ ആയിട്ടുള്ള ബെഡ് കിട്ടാത്തോണ്ട് ഇപ്പൊ പുറത്ത് കിടത്തിയേക്കുക. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഇവരൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് നർസ് വന്നിട്ട് ഇവരെ ഇപ്പൊ VIP റൂമിലേക്ക് മാറ്റാൻ പോകുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ ഷോക്കായി VIP റൂം അതിന് ആരെടുത്തെന്ന് പറഞ്ഞ് ഇവരൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് അതേസമയം ഇവളുടെ ഒപ്പം തന്നെ ടീമോ വന്നിട്ട് അവനെ ഇവർക്ക് വേണ്ടി എടുത്തേന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവളുടെ അമ്മയും അച്ഛനും കൂടെ ഇതാരാന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവളോട്ടൊന്ന് ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീംമേറ്റ് ആന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവനാണ് ഞെട്ടി പോകുമ്പോൾ അതേസമയം അവളുടെ അച്ഛനമ്മയും ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആകെ ഒരു ആണല്ലോ ഉള്ളാരെന്ന് പറഞ്ഞ് ഇത് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിന്നാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവള് കള്ളം പറഞ്ഞു എന്നെ കൂടെ ചേർന്ന് ആക്ട് ചെയ്യാന്ന് പറഞ്ഞ് അവന് എന്റെ പേര് ബിന്നാന്ന് പറഞ്ഞ് താല്പര്യമില്ലാതെ കള്ളം പറയും. അങ്ങനെ അതിനുശേഷം അവളുടെ അച്ഛനമ്മയും VIP റൂമിൽ കടന്നിട്ട് ഇത് അവരുടെ വീടിന്റെ ബെഡ്റൂമിനെക്കാളും നല്ല കംഫർട്ടബിൾ ആണെന്ന് പറയും. അപ്പോഴാണ് ഹാരിയാണ് ഷെയിം അടിച്ചെന്നെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട് അവളുടെ അമ്മയും മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവരാണ് ഈ ചെയ്ത സഹായത്തിന് ടീമിന് താങ്ക്സ് പറയുമ്പോൾ അവനിത് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവൻ അറിയാവുന്ന ഒരാള് ഈ ആശുപത്രി ഉണ്ടായതുകൊണ്ട് ഈ റൂം ഈസി ആയിട്ട് കിട്ടിയെന്ന് പറയും. അപ്പോഴാണ് അവളുടെ അമ്മയാണ് അടുത്തേക്ക് വന്നിട്ട് നിങ്ങളെ കുറിച്ച് ഇവള് പറഞ്ഞത് ഒരു 40 വയസ്സായ അങ്കിൾ എന്നാണല്ലേ, പക്ഷെ കണ്ടിട്ട് ഭയങ്കര യങ്ങായിട്ട് തോന്നുന്നത് എന്നിന് അവരും പറയുമ്പോൾ ഇവനും ചിരിച്ചോണ്ട് അതെ 40 വയസ്സൊക്കെ ആയി, പക്ഷെ എന്റെ പ്രായം അറിയത്തില്ല എന്നിന് അവനും പറയുമ്പോൾ തന്നെ ഹാരി അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. ഇതോടെ അവളുടെ അമ്മയും ദേഷ്യത്തി എടി നിന്റെ മാനേഴ്സ് ഒക്കെ അവിടെ പോയിടി, ഒരാൾ നമ്മൾ ഇത്ര സഹായിച്ചിട്ട് നീ പെട്ടെന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നു, ആദ്യം ഇരിക്കും മോനെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകും എന്നിന് അവനെഴുതി സംസാരിക്കുമ്പോൾ തന്നെ ഇവളുടെ അച്ഛനാണ് ഇവരുടെ കമ്പനിയിലെ ബോസ് ഒരു ദുഷ്ടനാന്ന് പറഞ്ഞ് ലീവ് സമയത്ത് ഹാരിയെ കുറെ വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്ന പറയും. അതുകൊണ്ട് ഇവന് റെസ്റ്റ് ഒക്കെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവളാണ് ചിരിച്ചോണ്ട് ഓ മിസ്റ്റർ ബീൻ അച്ഛൻ വേറെ ഒന്നല്ല പറഞ്ഞ് നമ്മൾ ഓവർ ടൈം ഇന്ന് വർക്ക് ചെയ്തില്ലേ അതിനെ കുറിച്ചാ പറഞ്ഞത്. എന്നാൽ അവൾ ഇവന്റോട് പുറത്തു പോയതൊക്കെ വീട്ടിൽ വർക്കുണ്ടെന്ന കള്ളം പറഞ്ഞു വെച്ചേക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവനും കൂടെ ചേർന്ന് അതെ കമ്പനി കുറെ ഓവർ ടൈം വർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് ബിസിയാ എന്നിന് അവൻ പറയുമ്പോൾ തന്നെ അടുത്തായിട്ട് അവളുടെ അമ്മയും അയാൾ ലീവ് സമയത്ത് വർക്ക് വന്നിട്ട് അയാൾ സുഖിച്ചിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ആരെപ്പോഴും വീട്ടിൽ വന്ന് ആ തെണ്ടിയെ കുറിച്ച് പറയാറുണ്ടെന്ന് പറയും. ഇത് കേട്ട് അവന് വിടുന്ന ചുമ വരുമ്പം അവൾ മേടിച്ചിട്ട് അപ്പം തന്നെ അവളുടെ അമ്മയെ തടഞ്ഞിർത്തും. അതേസമയം തന്നെ ഇവരൊക്കെ വീട്ടിലില്ലാത്ത സമയത്ത് മിൻവേ ആയിരിക്കും അനിയന്റെ കൂടെ ചേർന്ന് കട നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവന്റെ കൈ അറിയാതെ മുറിഞ്ഞപ്പോ ഇവൻ ബാൻഡേജ് എടുക്കാൻ വേണ്ടി ഹാരിയുടെ റൂമിലേക്ക് ചെല്ലുമ്പം അവൻ അവിടെ വെച്ച് ഇവള് ടൈമായിട്ട് ചെയ്ത ആ കോൺട്രാക്ട് അവനും കാണും. അങ്ങനെ അത് കണ്ട് അവനും അപ്പോൾ യഥാർത്ഥത്തിൽ കപ്പിൾസ് അല്ലായിരുന്നു, കോൺട്രാക്ട് വെച്ച് അവളെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഗേൾഫ്രണ്ട് ആക്കിയതാന്ന് ഇവൻ ആ കാര്യമെല്ലാം മനസ്സിലാക്കും. അതിനുശേഷം ഇവിടെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഹാരിയും സഹായിച്ചിന് താങ്ക്സ് പറഞ്ഞിട്ട് ഇവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞതിന് സോറി പറയും. അപ്പോഴാണ് അവനും ഒരു ദുഷ്ടനായിട്ടുള്ള ബോസിന് ഇത്രയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ എന്തായാലും ഇവൻ ദുഷ്ടനായ ബോസായ സ്ഥിതിക്ക് ആ കിസിന് വരം ഇവന് തിരിച്ച് കോടിക്കണക്കിന് പൈസ ആണെന്ന് പറയും. അങ്ങനെ അതോടെ അവള് മേടിച്ച് ഇത്രയും പൈസ ഞാൻ അവിടെ നോപ്പിക്കുന്ന അവനോട് ചോദിക്കുമ്പോൾ അവനാണ് തമാശക്ക് അത്രയും പൈസ അല്ലെങ്കിൽ എങ്കിൽ പിന്നെ ആ കിസ് അങ്ങ് തിരിച്ച എന്നിനെ ചുമ്മാ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന മിൻവോ ആണ് ദേഷ്യത്തി ഇവനെ അടിച്ചങ്ങ് പൊട്ടിക്കും. എന്നിട്ട് അവനും ഇനി ഹാരിയുടെ പുറകെ നീ വന്ന നിന്നെ ഞാൻ തീർത്തളയെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കുമ്പോൾ ഇത് കേട്ട് ടൈമും അത് ഞാനവിടെ പറയണ്ട എന്നിനെ തിരിച്ചവൻ അടിക്കാൻ പോകുമ്പോൾ തന്നെ ഹാരി അവൻ തടഞ്ഞു നിർത്തും. കാരണം അവിടെ ഒരു പോലീസ് വണ്ടി പോകുന്നുണ്ട് ഇവനെല്ലാം പ്രശ്നമെന്ന് പേടിച്ചിട്ട. പക്ഷെ അവനാണ് ഇവളുടെ ഫസ്റ്റ് ലവിന് വേണ്ടി അവനെ എതിർത്തിക്കുമെന്ന് വിചാരിച്ച് അവൻ മൊത്തത്തിൽ സങ്കടത്തിലാകും. അങ്ങനെ അതിനുശേഷം മിൻവോയാണ് ഹാരിയോട് ഈ കോൺട്രാക്ട് വെച്ച് പേടിപ്പിച്ചാണോ അവൻ നിന്നെ ഗേൾഫ്രണ്ട് ആയിട്ട് ഫോഴ്സ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ആ നാണയില്ലാത്തതിന് വെറുതെ എടുത്തിലും ദേഷ്യത്തിരിക്കുമ്പോൾ ഇത് കേട്ട് ഹാരിയാണ് ഈ കാര്യത്തിൽ ഇവൻ എന്തിനാ ഇടപെടുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അവനായിട്ട് കോൺട്രാക്ട് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അതൊക്കെ ഇവള് നോക്കിക്കോളാം, ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇവൻ ആരാൻ ചോദിക്കും. അങ്ങനെ അടി നിർത്തിയത് എല്ലാവരും കണ്ട ഇത് ന്യൂസിലാവുന്ന പേടിച്ചിട്ട, അല്ലാതെ ഇവനെ സപ്പോർട്ട് ചെയ്തല്ലെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് അടുത്ത പ്രാവശ്യം ഇവളുടെ ബോസിനെ കാണുമ്പോൾ സോറി പറയാൻ വേണ്ടി പറയും. ഒരു ഫ്രണ്ടായിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ കെയറിങ് ചെയ്താലും അതൊന്നും ആവശ്യമില്ലെന്ന് അത് മുമ്പേ പറഞ്ഞ് ഓർക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനും അപ്പൊ സത്യത്തിൽ ഇവൾക്ക് ആ കങ് ടൈമിന് ഇഷ്ടമാണെന്ന് ചോദിക്കും. അങ്ങനെ അവൻ ചുമ്മാ നിന്റെ കൂടെ കളിക്കുമെന്ന് ഇവനും പറയുമ്പോൾ തന്നെ അവളും ദേഷ്യത്തി ഇനി അവനെ കുറിച്ച് അനാവശ്യമൊന്നും പറയില്ലെന്ന് പറഞ്ഞ് ഇവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അവളും ഒരു ടൈമോ ഇല്ല തെറ്റിരിച്ച് കാണുമെന്ന് പറഞ്ഞ് ഇവളും പോലീസ് വണ്ടി വന്ന പറഞ്ഞ് ആ ഫൈറ്റ് നിർത്തിയ, അല്ലാതെ മിൻവോനെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് ഇവളെങ്ങനെ മെസ്സേജ് അയച്ച് ആ സത്യം പറയാൻ വേണ്ടിയൊക്കെ ആലോചിക്കും. പക്ഷേ പിന്നീട് അവളതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് ചെയ്ത സഹായത്തിന് താങ്ക്സ് എന്ന് പറഞ്ഞ് ആശുപത്രിയുടെ പൈസ എല്ലാം ഇവൾക്ക് ശമ്പളം കിട്ടുമ്പോൾ തരാന്ന് പറയും. അങ്ങനെ ആ മെസ്സേജ് മാത്രം കണ്ട് അവൻ കുറച്ച് അപ്സെറ്റ് ആകും. അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ കമ്പനിയിൽ നിന്ന് ട്രിപ്പിന് പോകുമ്പോൾ ഹാരിയാണ് ഇവളയച്ചിന്റെ മെസ്സേജിന് റിപ്ലൈ ഇടാത്തതുണ്ട് എന്തായാലും ഇത് നല്ലതിനാന്ന് പറഞ്ഞ് ഇത് കാരണമെങ്കിലും ഇവളെ വിട്ടിട്ട് പോകലെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ സേഹുനും യങ്സയും കൂടെ റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്യുന്ന അങ്ങ് ദൂരെ ഇരുന്ന് കങ് ടൈമാണ് കാണും. അങ്ങനെ അതോടെ സെക്രട്ടറിയാണ് അവന്റെ നോട്ടത്തിൽ പേടിച്ചു പോകുമ്പോൾ അതിനേശം ഓഫീസ് വെച്ച് ഇവർ തമ്മിൽ എങ്ങനെ സെറ്റായും ചോദിക്കും. അപ്പോഴാണ് അവനും ആദ്യം കണ്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി. കൂടാതെ അവൾ ഇവനോട് കാണിച്ച ആ കാര്യം കൊണ്ട് നേരത്തെ തന്നെ ഇവരുടെ ബന്ധത്തിനെ കുറിച്ച് ഇവനോട് പറയാത്തെന്ന് പറയും. ഇത് കേട്ട് ടീമും കുറച്ച്
അസൂയയില് നമ്മ രണ്ടുപേരും കട്ട ക്ലോസ് എന്ന് വിചാരിച്ചേ. കുഴപ്പമില്ല, ഇനി വീണ്ടും അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്, പിന്നെ നമ്മൾ തമ്മിൽ അടക്കാം എന്നിട്ട് അവന് വലുതായിട്ട് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവന്റെ അപ്പൂപ്പനാണ് അവനെ കാണാൻ വേണ്ടി വന്നിട്ട് ഒരു അപ്പൂപ്പനായിട്ടും ഇവന്റെ കമ്പനിയിലെ ചെയർമാനായിട്ടും ഇപ്പൊ ഇങ്ങേര് പറയാൻ പോകുന്ന കാര്യം ഇവൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നറിഞ്ഞ് ഇപ്പൊ അങ്ങേര് പറയുന്ന ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ വേണ്ടി പറയും. അങ്ങനെ ഇവൻ ഇങ്ങനെ ബ്ലൈൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്ത് അതേ സമയം ആര്യ അവളുടെ കമ്പനി ജോലി നേരായിട്ടൊക്കെ പുറത്തു വന്ന് സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുത്തോണ്ടിരിക്കും. അങ്ങനെ അതിന്റെ ഇടെ അവളുടെ കൈയാണ് ഫോർസ് ഒന്ന് താഴെ കുത്തി അവൾക്ക് നല്ല വേദന എടുക്കുമ്പം പെട്ടെന്ന് അവളുടെ കൂടെ ജോലി നങ്ങീരും ആരെയൊക്കെ സ്ട്രെച്ചർ എടുത്തോണ്ടാന്ന് പറഞ്ഞ് കുറച്ച് ഓവറായിട്ട് പോകും. അങ്ങനെ അതുകൊണ്ട് ടീം ലീഡറും അയാളെ മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഇവൾക്ക് വേനുണ്ട് ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. പക്ഷെ അപ്പോഴാണ് അനൗൺസ് ചെയ്യുന്ന ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിന്നർ കമ്പനിയിലെ ബോസ് കങ്ക്ടേമെന്റ് കൂടെ കഴിക്കാൻ പോവാന്ന്. അങ്ങനെ അത് കേട്ട് എല്ലാവരും എക്സൈറ്റ് ആയിരിക്കുമ്പം ആര്യം അവൾ അതിനുവേണ്ടി ഒന്നും കൂടെ കളിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ടൈമും അവന്റെ അപ്പൂപ്പൻ പറഞ്ഞ ബ്ലൈൻഡ് ഡേറ്റിനെ കുറിച്ച് ആലോചിച്ച് ദേഷ്യത്തിരിക്കുമ്പം അവന്റെ സെക്രട്ടറിയാണ് അവിടേക്ക് പോകാനാണ് തീരുമാനിച്ചതെന്ന് ചോദിക്കും. അങ്ങനെ അവന്റെ അപ്പൂപ്പനും യങ്സയുടെ കസിനെയാണ് ഇവന് ഡേറ്റിന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ അവളുടെ ഫാമിലി ബിസിനസ് ഒക്കെ ഇവന് യൂസ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ അതാലോചിച്ചിട്ട് അവനും ഇപ്പൊ സെക്രട്ടറിയോട് അപ്പൂപ്പൻ പറഞ്ഞോ ഇല്ലേ അങ്ങേറെ ആഗ്രഹത്തിന് അങ്ങനെ തട്ടിക്കളയാൻ പറ്റുമോ എന്നിട്ട് ഇവൻ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഹാരിയും അവളുടെ കൈവേദനയിലിരിക്കുമ്പം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന വേറെ പെമ്പിള്ളേരൊക്കെ അവർ ജയിച്ച് ടൈമന്റ് കൂടെ ഡേറ്റിന് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കും. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കണ്ട് ഇവൾക്കാണ് ചെറിയ അസൂയ വരും. അതുകൊണ്ട് ഇവളല്ലാതെ വേറെ ആരും അവന്റെ കൂടെ ഡിന്നറിന് പോകല്ലെന്ന് പറഞ്ഞ് അവൾ തീരുമാനിച്ച് വീണ്ടും ആ വേദനയോടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇത് കണ്ട് ഇവളുടെ ടീമിലുള്ളവരൊക്കെ ഷോക്കായി യുദ്ധത്തിന് വേണ്ടി ഒരാൾ നമ്മുടെ പക്കം വരിക, അവൾ ഉള്ളതുവരെ നമ്മൾ വിജയിച്ച് എന്നിട്ട് അവരൊക്കെ ഗൂസ് പംസോടെ ഇവൾ വരുന്ന കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതിനെ ആ മത്സരത്തിൽ വിജയിക്കുന്ന ഹാരിയുടെ ടീമായിരിക്കും. അങ്ങനെ അത് ബെസ്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ട് ഇവൾക്ക് തന്നെ ബോസിന്റെ കൂടെ ഡിന്നറിന് പോവാം. അങ്ങനെ അതുകൊണ്ട് അന്ന് രാത്രി ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അവൾക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ ടീം ലീഡറും ഇവൾ ഈ വർഷം ഭയങ്കര ലക്കിയാന്ന് പറഞ്ഞ് അവാർഡും ഇപ്പൊ ഡിന്നറിനുള്ള ചാൻസും കിട്ടിയെന്ന് പറഞ്ഞ് ചെലവെയ്യാൻ പറയുമ്പം അവളാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ചെലവെയ്യാന്ന് പറയും. ഇതേ സമയം ഇവരുടെ കൂടെ ഇപ്പൊ കഴിക്കാൻ വേണ്ടി ഇവരുടെ ബോസ് ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടെ പോയി സംസാരിച്ചോണ്ടിരിക്കുമ്പം അവനിപ്പോ ഒരു ഡേറ്റിന് പോയ കാര്യം ആരും അറിയാൻ വരും. അങ്ങനെ അതുകൊണ്ട് അവളാണ് മൊത്തത്തിൽ അപ്സെറ്റ് ആകുമ്പം ഇവളുടെ ടീം ലീഡറും ബാക്കി എല്ലാവരും കൂടെ ഫോട്ടോയെ കണ്ട പെങ്കൊച്ചിനെ ചിലപ്പോൾ ഡേറ്റ് മാത്രം ചെയ്താണ്, പക്ഷെ അവരിന്ന് കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ സംസാരിച്ചോണ്ട് തിരിച്ച് അവരുടെ വീട്ടിൽ ചെല്ലും. അങ്ങനെ അതിനുശേഷം ഹാരി ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ടൈം ഇവളോട് പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരും. ഇവൾ ഇഷ്ടം തിരിച്ച് പറയുന്നവരെ ആ വീണ്ടും വീണ്ടും പറയുമെന്ന് അവന്റെ ഇഷ്ടം കാണിക്കുമെന്ന്. അങ്ങനെ അതാലോചിച്ച് നോക്കി അവളും ആ വാക്കൊക്കെ ഇപ്പൊ എവിടെ പോയെന്നറിഞ്ഞ് ഇവളോത്ത് വിഷമിച്ചിട്ട് ഇവൾക്ക് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പോലും അവകാശമില്ലെന്ന് മനസ്സിലാക്കും. കാരണം ഇവള് തന്നെ അവൻ അവോയ്ഡ് ചെയ്ത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഹാരിയും ഇപ്പൊ അവനൊരു ഡേറ്റിന് പോയേക്കോന്നറിഞ്ഞ് ഇവൾ അവനോടുള്ള ഇഷ്ടം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവളിപ്പോ അവനെ അന്വേഷിച്ചു പോകും. അങ്ങനെ അതേസമയം ടൈം ഇപ്പോ അവളുടെ വീട്ടിന്റെ പുറത്താണുള്ളത്. അങ്ങനെ ആ സമയത്ത് ഹാരി ഫോൺ വിളിച്ച് ഇവൻ ഡേറ്റിന് പോയ സ്ഥലത്ത് നിന്ന് പുറത്ത് ഇറങ്ങി വരാൻ പറയുമ്പം ഇവനാണ് ഡേറ്റിന് പോയേക്കോ നിന്നോട് ആരാ പറഞ്ഞ എന്നിട്ട് അവൻ തിരിച്ചു ചോദിക്കുമ്പം അവളാണ് വിഷമിച്ച് ഇവളുടെ പുറകെ നടന്ന് ഇവളെ ഇഷ്ടത്തിലാക്കിയിട്ട് ഇവനിപ്പോ വേറെ പെമ്പിള്ളേരെ പുറകെ പോകണം ചോദിക്കും. അങ്ങനെ മറ്റുള്ളവരൊക്കെ ഇവന്റെ കൂടെ ഒന്നിറന്ന് എന്തോ അലേക്കെന്ന് പേടിച്ച് അവൾക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് ഇവനെ കാണാതെ അവളുടെ മനസ്സ് കൺട്രോളിലല്ലെന്ന് പറഞ്ഞ് ഇവൻ ആ ബ്ലൈൻഡ് ഡേറ്റിന് പോകാതിരിക്കാൻ വേണ്ടി പറയുമ്പം അവനാണ് ഇതെല്ലാം കേട്ട് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഒന്നും പറയാതിരിക്കുന്ന കേട്ടാ നിനക്ക് എന്നോട് സംസാരിക്കേണ്ടെന്ന് തോന്നുന്നില്ല എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും അങ്ങനൊന്നുമല്ല, നീ ഇങ്ങനെ ജലസായിട്ട് സംസാരിക്കുന്നുണ്ടപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ട് കൂടാ നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഞാനെങ്ങനെ വേറെ പെമ്പിള്ളേരുടെ കൂടെ ഡേറ്റിന് പോകും, നീ എന്നെ കുറിച്ച് എന്തോ വിചാരിച്ചേ എന്നിട്ട് അവൻ തിരിച്ചു ചോദിക്കുമ്പം ഇവളാണ് എങ്കിൽ പിന്നെ ഡേറ്റിന് പോയില്ലെങ്കിൽ ഇപ്പൊ എവിടാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് വേണ്ടി കുറെ സമയമായിട്ട് ആ വീട്ടിന്റെ പുറത്തിന് വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഒന്നും കൂടെ ഇവളെ പുറത്ത് വിളിക്കാൻ വേണ്ടി വന്നേ, പക്ഷെ ഇവളിങ്ങനെ വിളിച്ചത് അവന് സന്തോഷമെന്ന് പറയുമ്പം അവൾ അപ്പം തന്നെ വണ്ടി തിരിച്ച് നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ആ സമയം ഭയങ്കര ട്രാഫിക് ആയ ഉടനെ ഇവളിറങ്ങി വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പം അതേപോലെ തന്നെ അവനും ഇവളെ കാണാതിരിക്കാൻ പറ്റാതെ അവൻ ആ ട്രാഫിക്കിൽ നിന്ന് ഇറങ്ങി ഇവളെ അന്വേഷിച്ച് വരും. അങ്ങനെ രണ്ടുപേരും ഒരു ബ്രിഡ്ജിന്റെ അവിടെ കണ്ടുമുട്ടിയ ഉടനെ അവനും ഇവളിനി അടുത്തേക്ക് വരുവാണ്, പിന്നെ ഒരിക്കലും ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവളും ചിരിച്ചുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് വരുമ്പം അവന് പറഞ്ഞ പോലെ ഇവൻ ഇവളെ കൈവിടത്തില്ലെന്ന് പറയുമ്പം അവൾ ആ കിസ്സിനരും വേറൊരു കിസ് കൊടുത്ത് തന്നെ ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ കിസ് ചെയ്യും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അവസാനമായിട്ട് ഹാരി അവനോടുള്ള ഇഷ്ടം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ്റെ കൂടെ പ്രണയത്തിൽ പോയി. അങ്ങനെ ഇതിനുശേഷം എന്തൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.